Good afternoon, everyone. So it's me Rajeshwari from Tiju's Academy, and I hope you are doing well. So ഇന്നത്തെ ലൈവ് സെഷൻ ഫ്ലുവൻസി ലൈവ് പാർട്ട് 6. സോ ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻ്റെ ടോപ്പിക് ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ എ പോളിഷ്ഡ് ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് മാനർ. സോ എങ്ങനെയാണ് നമ്മളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കുറച്ചും കൂടി പോളിഷ്ഡ് ഇൻ ദ സെൻസ് ദ വേർഡ്സ് ദാറ്റ് വി യൂസ്, ഓക്കെ, വൊക്കാബുലറി ബേസിക് എല്ലാവരും യൂസ് ചെയ്യുന്ന സെയിം വൊക്കാബുലറി യൂസ് ചെയ്യാതെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആൾക്കാരുടെ അടുത്ത് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാൻ പോകും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ടുഡേയ്സ് ടോപ്പിക്. സോ അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രമാറ്റിക്കൽ ആസ്പെക്റ്റ് ആണ് ഫ്രേസൽ വേർബ്സ്. ഓക്കെ, so phrasal verbs are formed by the combination of a verb and an adverb or a preposition. Okay, പൊതുവേ ഈ ഫ്രേസൽ വേർബ്സ് എന്ന് പറയുമ്പം ഫ്രേസ് വി നോ ദ ടേം ഫ്രേസ്. ഇപ്പോൾ ഒരു ഫ്രേസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൻ്റെ പാർട്ട്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് അലോങ് വിത്ത് എ സെൻറ്റൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ പാർട്ടാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ പാർട്ട് എന്ന് പറയുമ്പം ഇറ്റ്സ് ആൻ ഇൻകംപ്ലീറ്റ് വൺ. ഫ്രേസ് ഇസ് എ ഇൻകംപ്ലീറ്റ് വൺ, ഒരു കംപ്ലീറ്റ് ആണ് മീനിങ് കൺവേ ചെയ്യത്തില്ല ഫ്രേസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, സോ ദിസ് വൺ ഫ്രേസൽ വേർബ്സ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ആഡിങ് ആൻ അഡ്വേർബ് ഓർ എ പ്രിപ്പോസിഷൻ അലോങ് വിത്ത് ദാറ്റ്. ഓക്കെ, ഒരു അഡ്വേർബോ അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷനോ വേർബിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രേസാണ് ഫ്രേസൽ വേർബ്. ഓക്കെ, ഇൻ സം കേസസ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ ത്രീ. ചില കേസസിൽ എന്താണ്, വേർബും കാണും, അഡ്വേർബും കാണും അതിൻ്റെ കൂടെ, ആൻഡ് പ്രിപ്പോസിഷൻ വിൽ ഓൾസോ ബി ദെയർ. അപ്പോൾ ഈ ഒരു ഫ്രേസൽ വേർബ് നമ്മുടെ സ്പീക്കിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇൻ എ നോർമൽ സ്പീക്കിംഗ്, ഒരു കോൺവെർസേഷണൽ അല്ലെങ്കിൽ ഒരു നോർമൽ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ സ്പീക്കിംഗ് നമ്മൾ നോട്ട് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ അബ്സർവ് ദേ യൂസ് ഫ്രേസൽ വേർബ്സ്. ഈവൻ നമ്മുടെ സ്പീക്കിങ്ങിലും ഇന്ത്യൻസ് ആണെങ്കിലും വാട്ട് എവർ മേ ബി ദ നാഷണാലിറ്റി, എവ്രി വൺ ഓഫ് എസ് വി ഡോണ്ട് നോ വി ആർ യൂസിങ് ദാറ്റ് ഫ്രേസൽ വേർബ്, ബട്ട് അൺനോയിങ്ലി നമ്മുടെ ഒരു കോൺവെർസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. Okay, so even the best example that we can say is ഇംഗ്ലീഷ് മൂവീസ് നമ്മൾ കാണുമായിരിക്കും. ഓക്കെ, ഇംഗ്ലീഷ് മൂവീസൊക്കെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ അത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഒരു സബ് ടൈറ്റിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. സോ ഇനീഷ്യൽ സ്റ്റേജ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ് ഓർ വാട്ട് എവർ മേ ബി ദ ലാംഗ്വേജ് സ്കിൽ, either it is reading, listening, speaking or writing. ഓക്കെ, ഒരു മൂവി നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ കാണുമ്പം ഒരു സബ് ടൈറ്റിൽ വെച്ചിട്ട്, ഇറ്റ് ഇസ് നോട്ട് ഓൺലി മൂവി ബട്ട് ഓൾസോ സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറീസ്. ഓക്കെ, വീട്ടിലെ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സ്റ്റോറീസൊക്കെ നമ്മൾ കാണിക്കുവാണെങ്കിലും അതിൽ ആദ്യം സബ് ടൈറ്റിൽസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് എ ഗുഡ് പ്രാക്ടീസ് ടു സ്റ്റാർട്ട് വിത്ത് ടു ഇംപ്രൂവ് അവർ ഇംഗ്ലീഷ്. ഓക്കെ, സോ അപ്പോൾ ഈ സബ് ടൈറ്റിൽസ് വെച്ച് കാണുമ്പം വി ക്യാൻ നോട്ടീസ്. ഓക്കെ, ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് നോട്ടീസ് ചെയ്യണം. ഓക്കെ, യു ക്യാൻ അബ്സർവ്, ആ താഴെ സബ് ടൈറ്റിൽ വരുമ്പം യു ക്യാൻ സീ ദോസ് ഫ്രേസൽ വേർബ്സ്, ബിക്കോസ് ദാറ്റ് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ. അവരുടെ ഒരു കോൺവെർസേഷനിൽ അതൊരു പാർട്ടാണ്. നോർമലി അവർ സെൻറ്റൻസ് ഫോം ചെയ്യുമ്പം ഈ ഫ്രേസൽ വേർബ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്, അതൊക്കെ അവരുടെ നോർമൽ സ്പീക്കിങ്ങിൽ കാഷ്വൽ ആയിട്ട് അവർക്ക് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫ്രേസൽ വേർബ്. സോ ദ ബെസ്റ്റ് എക്സാമ്പിൾ ദാറ്റ് ഐ ഹാവ് സെഡ്, ഇംഗ്ലീഷ് മൂവീസ് വിത്ത് സബ് ടൈറ്റിൽ നമ്മൾ കാണുമ്പം ഇനി അബ്സർവ് ചെയ്യണം ഫ്രേസൽ വേർബ് എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ ലിസണിങ് ടു ദിസ് ലൈവ് സെഷൻ. ഓക്കെ, അപ്പോൾ ഫ്രേസൽ വേർബ് എന്താണ്, എന്തുകൊണ്ടാണ് ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓക്കെ, അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്. So let's move on to the first phrasal verb that we are going to discuss today is ask for. So ask for, so the word ask is the verb and for is the preposition. Okay, so as we discussed definition ഞാൻ പറഞ്ഞായിരുന്നു, ask
verb ആണ്, for is preposition. So phrasal verb, it is a combination of a verb and a preposition or adverb. Okay, yes. So ask for, the meaning for ask for is to request. So അപ്പോൾ ഈ ഒരു ഫ്രേസ് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ആസ്ക് ഫോർ കുറച്ചും കൂടി ഇൻഫോർമൽ വേ, ആൻഡ് ടു റിക്വസ്റ്റ് ഇറ്റ് ഇസ് എ മോർ ഫോർമൽ വേ ഓഫ് ആസ്കിങ്. ഓക്കെ, ആസ്ക് ഫോർ ദ മീനിങ് ഇസ് ടു റിക്വസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഹി ആസ്ക് ഫോർ എ കപ്പ് ഓഫ് കോഫി. സി ഹി ആസ്ക് ഫോർ, അല്ലെങ്കിൽ ഹി റിക്വസ്റ്റ് ഫോർ എ കപ്പ് ഓഫ് കോഫി. ഹി ആസ്ക്, ഒരു കോഫി അവന് ചോദിച്ചു. Okay, he asked for a cup of coffee, to request. That is the meaning. Okay, so ask is the verb and for is the preposition. So when I give you the example sentence, here I have mentioned he asked for a cup of coffee. So that means it indicates that the sentence is in past tense. Okay, അപ്പോൾ പാസ്റ്റ് ടെൻസിലാണ് ആ സെൻറ്റൻസ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ്ക് ഫോർ അല്ലെങ്കിൽ ഒരു ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യുമ്പം ആ വേർബ്, ദറ്റ് വേർബ്, ദ വേർഡ് ഫസ്റ്റ് വേർബ് അല്ലേ വരുന്നത്, ദറ്റ് വേർബ് ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദിറ്റ്സ് ടെൻസ്. ഓക്കെ, അതിൻ്റെ ടെൻസ് എന്താണോ, ഏത് ടെൻസിലാണോ നമ്മൾ പറയുന്നോ ആ ടെൻസിലേക്ക് അതിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇൻ പാസ്റ്റ് ടെൻസ് ഓർ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇൻ പ്രസൻറ്റ് ടെൻസ്. ഏത് ടെൻസിൽ വേണമെങ്കിലും നമുക്കതിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, യെസ്, കണ്ടിന്യൂസ് ഫോം നമുക്കതിൽ യൂസ് ചെയ്യാം, അതുപോലെ പ്രസൻറ്റ് ഫോമിലും നമുക്ക് യൂസ് ചെയ്യാം. So ask for meaning is to request. Okay, yes, let's move on to the next one. So next one, backup. So ഈ ബാക്കപ്പ് എന്നുള്ള വേർഡ് നമ്മൾ പൊതുവെ കോമൺ ആയിട്ട് അൺനോയിങ്ലി നമ്മൾ മനഃപൂർവ്വം നമ്മൾ ആ വേർഡ് പറയുന്നതായിരിക്കത്തില്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ റൈറ്റിങ്ങിലോ നമ്മൾ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് വി ഡോണ്ട് നോ ദാറ്റ് ഇറ്റ് ഹാസ് ദിസ് ഗ്രമാറ്റിക്കൽ ആസ്പെക്ട്. ഈ ഒരു ഗ്രമാറ്റിക്കൽ ആസ്പെക്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാതെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ബാക്കപ്പ്. ഇപ്പോൾ ഏതാണ്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ പ്ലാൻ ഇൻ കേസ് ആ പ്ലാൻ എ വർക്കൗട്ട് ആയില്ലെങ്കിൽ വി നീഡ് എ ബാക്കപ്പ്. സോ പ്ലാൻ ബി ഒന്ന് നമ്മൾ കരുതണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയത്തില്ലേ ബാക്കപ്പ്, ബാറ്ററി ബാക്കപ്പ് എത്ര ഉണ്ട്, മൊബൈലിൽ ചോദിക്കുമ്പോൾ ബാക്കപ്പ് എത്രയാണ്, നമ്മളത് ചോദിക്കാറുണ്ട്. So that is a casual conversation നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ബാക്കപ്പ്. The meaning is to support. She backed up her friend during the argument. Okay, ആ ഒരു ആർഗ്യുമെൻറ്റ് വന്ന സമയത്ത് I supported my friend. She backed up. She supported her friend. Okay, അപ്പോൾ to support എന്നുള്ള വാക്കിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വേർബാണ് ബാക്കപ്പ്. Okay, yes. So the next phrasal verb, blow up. The wind blow എന്നുള്ള വേർഡൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരി, അപ്പം blow up. Blow is a verb and up is a preposition. To explode. Okay, the bomb blew up in the middle of the street. So the sentence, okay, sentence present tenseൽ തന്നെ ഞാൻ കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാ ടെൻസും മിക്സപ്പ് ചെയ്താണ് എക്സാമ്പിൾ സെൻറ്റൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, blew up, blowed up past form. Okay, the bomb blew up in the middle of the street. Okay, blew up or blow up meaning എന്താണ്? To explode. Okay, yes. The next phrasal verb, break down. So ഇത് most familiar word, is it? break down. സ്റ്റുഡൻസിനോട് നമ്മൾ ചോദിക്കുമ്പം അവർ പറയുന്ന ഒരു വാക്കാണ്, എന്താ ഇന്ന് ലേറ്റായേ? മാം ബസ് ബ്രേക്ക് ഡൗൺ, is it? അല്ലെങ്കിൽ കാർ ബ്രേക്ക് ഡൗൺ. സോ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പം ആ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താണ്? ടു ബ്രേക്ക് ഓർ സ്റ്റോപ്പ് വർക്കിംഗ്. ബസ് ബ്രേക്ക് ഡൗൺ ആയി, കാർ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് വർക്കിംഗ്. എക്സാമ്പിൾ, മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ ഹോം. ഓക്കെ, മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ ഹോം. വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കാറ് ബ്രോക്ക് ഡൗൺ ആയി. ഓക്കെ, ബ്രേക്ക് ഡൗൺ ആയി. പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട്, ബ്രേക്കിൻ്റെ പാസ്റ്റ് ഫോം ബ്രോക്ക് ഡൗൺ. ഓക്കെ, യെസ്. The next one, breakup. Okay, breakup. That is also a quite common and familiar term that we all know, to end a relationship.
ചില വാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും. ഇംഗ്ലീഷിൽ കുറേ വാക്കുകൾ നമുക്കറിയാം. ബട്ട് ആ വാക്ക് എന്തുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു പ്ലേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഗ്രാമാറ്റിക്കൽ വാല്യൂ എന്താണെന്ന് അറിയാതെ തന്നെ നമ്മൾ കുറേ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും. ഓക്കെ, യെസ്, അങ്ങനത്തെ ഒരു 2 വാക്കാണ്. ഇപ്പോൾ ബ്രേക്ക് ഡൗൺ നമ്മൾ കണ്ടു. നെക്സ്റ്റ് വൺ ബ്രേക്കപ്പ്. ഓക്കെ, ടു എൻഡ് എ റിലേഷൻഷിപ്പ്. So you are stopping a relationship of being a friend or whatever may be the relationship. ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ടു എൻഡ് എ റിലേഷൻഷിപ്പ്. എക്സാമ്പിൾ, ദേ ഡിസൈഡഡ് ടു ബ്രേക്ക് അപ്പ് ആഫ്റ്റർ 5 years ടുഗെദർ. ഓക്കെ, യെസ്, സോ അവർ ഡിസൈഡ് ചെയ്തു, ആ ഒരു റിലേഷൻഷിപ്പിനെ അവർ ബ്രേക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു, നിർത്താൻ തീരുമാനിച്ചു. സോ ബ്രേക്കപ്പ്, ടു എൻഡ് എ റിലേഷൻഷിപ്പ്. ആൻഡ് ദ നെക്സ്റ്റ് ഫ്രേസൽ വേർബ് call back, to return a call. Call back to you later. Okay, I will call you later നമ്മൾ പറയത്തില്ലേ. ഓക്കെ, സോ അതിൻ്റെ ഒരു ടേം ആണ്, ഫ്രേസൽ വേർബായിട്ട് യൂസ് ചെയ്യുന്നതാണ് call back. I'll call back you or I'll call you back later. Okay, yes, to return to call. ഞാൻ എന്നെ തിരിച്ച് വിളിക്കാൻ പറയുമല്ലോ, that term is call back. Okay, yes, so the next phrasal verb call off. Call off means to cancel. The meaning for the phrasal verb call off, to cancel. Okay, I have decided to cancel the meeting. Okay, the meeting was called off due to bad weather. The wedding was called off due to a breakup between the bride and the bridegroom. Okay, yes, the meeting was called off, the wedding was called off. So to cancel we use the term call off. Okay, yes, the next phrasal call up. അപ്പോൾ കോളിൽ തന്നെ നമ്മൾ 3 ഫ്രേസൽ വേർബ്സ് ഇപ്പം തന്നെ നമ്മൾ കണ്ടു. സെറ്റ്, കോൾ അപ്പ്, ടു കോൾ സംവൺ, ടു കോൾ സംവൺ, അവനെ ഒന്ന് വിളിക്ക്, ടു കോൾ അപ്പ്. ഓക്കെ, യെസ്, ഐ വിൽ കോൾ ഹിം അപ്പ് to confirm the meeting. I will call him up. ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യം, അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ കൺഫർമേഷൻ അവനെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അറിയിക്കാം. സോ കോൾ അപ്പ്. ഓക്കെ, യെസ്, ദ നെക്സ്റ്റ് വൺ ക്യാരി ഓൺ. യെസ്, ഈ ക്യാരി ഓൺ ഉള്ള വാക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ സ്കൂളിലായിരിക്കും അല്ലെങ്കിൽ കുറേ പ്ലേസസിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ്. ഓക്കെ, ക്യാരി ഓൺ, ടു കണ്ടിന്യൂ. ഓക്കെ, യെസ്, ഇപ്പം നമ്മൾ സ്കൂളിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേറെ ഒരു ടീച്ചർ വന്ന് നമ്മളുടെ ക്ലാസ് റൂമിനെ മോണിറ്റർ ചെയ്യുമ്പം യെസ് യു ക്യാരി ഓൺ വിത്ത് യുവർ വർക്ക് ദേ സേ. സെറ്റ്, യെസ്, ദാറ്റ് മീൻസ് യു കണ്ടിന്യൂ വിത്ത് യുവർ വർക്ക്. ക്യാരി ഓൺ, കണ്ടിന്യൂ. ഡിസ്പൈറ്റ് ദ ചാലഞ്ചസ് ഹി ക്യാരിഡ് ഓൺ വിത്ത് ഹിസ് പ്രോജക്ട്സ്. കുറേ ചാലഞ്ചസ് ഉണ്ടെങ്കിലും അവൻ അവൻ്റെ പ്രോജക്റ്റിനെ ക്യാരി ഓൺ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. And the next phrasal verb come across. Come across, that is also quite common and എല്ലാവർക്കും നല്ലോണം അറിയുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് come across. So to come across, that means to find by chance. Okay, നമ്മളിപ്പം ഒരു റോഡ് സൈഡിൽ പോകുമ്പം ഐ കം അക്രോസ് എ പോസ്റ്റർ ദാറ്റ് ഷോസ് ആൻ അഡ്വർടൈസ്മെൻറ്റ്. ഏതോ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടു അവിടെ പോസ്റ്ററിൽ. സോ ഐ കം അക്രോസ് ദിസ്. ഈ ഒരു പോസ്റ്ററിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളതിനെ കണ്ടിട്ടുണ്ട്, നമ്മളത് കണ്ടു എന്നുള്ളതാണ്. ഓക്കെ, ടു ഫൈൻഡ് ബൈ ചാൻസ്. ഓക്കെ, ഇൻറ്റൻഷൻ മനഃപൂർവ്വം നമ്മൾ അതിനെ നോട്ടീസ് ചെയ്തിട്ടില്ല, അല്ലാതെ നമ്മൾ അതിനെ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഐ കെയിം അക്രോസ് മൈ ഓൾഡ് ഫോട്ടോസ് വൈൽ ക്ലീനിങ്. യെസ്, സോ നമ്മൾ പണ്ടത്തെ ഓൾഡ് ഫോട്ടോസൊക്കെ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ കണ്ടായിരുന്നു. സോ കം അക്രോസ്. യെസ്, സോ ദ നെക്സ്റ്റ് വേർഡ് കം ബാക്ക്, ടു റിട്ടേൺ. ഓക്കെ, കം ബാക്ക് ടു മീ, കം ബാക്ക്, ടു റിട്ടേൺ. ഷി കെയിം ബാക്ക് ഫ്രം വെക്കേഷൻ യെസ്റ്റർഡേ. സോ അപ്പോൾ ഈ കം ബാക്ക് അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ സെൻറ്റൻസിൽ ഷീ കെയിം ബാക്ക് ഫ്രം വെക്കേഷൻ യെസ്റ്റർഡേ. ഓക്കെ, യെസ്. സോ അപ്പോൾ ഈ ഫ്രേസൽ വേർബ്സ് നമ്മൾ വിചാരിക്കും ഈ ഫ്രേസൽ വേർബ്സ് എന്താണ്, അയ്യോ ഏതാണ്ട് ഒരു സാധനമാണോ, ഗ്രാമാറ്റിക്കലി എന്തൊക്കെയോ ഉണ്ടോ, അതിന് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്.
ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫ്രൈസൽ വേർബ്സിൻ്റെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ക്വൈറ്റ് കോമൺ, നമ്മളെല്ലാവരും നമ്മുടെ സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. എന്നാലും ആ വേർഡ് ടു റിട്ടേൺ എന്നുള്ള വേർഡിന് പകരം കെയിം അക്രോസ് അല്ലെങ്കിൽ കെയിം ബാക്ക്, ടു റിട്ടേൺ എന്നുള്ള വാക്കിന് പകരം കെയിം ബാക്ക് അല്ലെങ്കിൽ കം ബാക്ക് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുമ്പം നമ്മുടെ ഒരു സെൻറ്റൻസിൻ്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആണ്. സോ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന വാക്കുകൾ യൂസ് ചെയ്യാതെ നമ്മുടെ സ്പീക്കിങ്ങിൽ ഒരു പുതിയ വാക്ക് അല്ലെങ്കിൽ പുതിയ എലമെൻറ്റ് ആഡ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പം കേൾക്കുന്ന ആൾക്കാരണം ഓക്കെ ദാറ്റ് പേഴ്സൺ നോസ് ഇംഗ്ലീഷ് വെൽ. സോ നമ്മൾ അങ്ങനെയല്ലേ ഫോറിനറിനെ കണ്ടിട്ട് അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സിനെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്നത് അവരെന്തൊക്കെയോ വാക്കുകൾ യൂസ് ചെയ്യുന്നു, നമുക്കൊക്കെ അത് പറ്റുമോ? നമ്മളും നമ്മുടെ ലൈഫിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് അവരും യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ അപ്പോൾ ഫ്രൈസൽ വേർബ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ലൈവ് സെഷൻ വരുമ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ചും കൂടി, ഇന്നത്തെ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഫ്രൈസൽ വേർബ്സിൻ്റെ ഇൻട്രോ ആയതുകൊണ്ട് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ ഇതിൽ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്കമിങ് ലൈവ് സെഷനിൽ അതിൽ തന്നെ കുറച്ചും കൂടി നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൈസൽ വേർബ്സ്, നമ്മൾ ഇതുവരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത ഫ്രൈസൽ വേർബ്സിനെ കുറിച്ച് അപ്കമിങ് ലൈവ് സെഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, ഐ ഹോപ്പ് ദിസ് ലൈവ് സെഷൻ ഇസ് ബെനിഫിഷ്യൽ ടു യു. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേയ്സ് ലൈവ് സെഷൻ. താങ്ക് യു.